ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് നവംബർ 3, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ചില ന്യൂസ് ഹെഡിങ്സ് ആണ്. ഒന്ന്, എഴുത്തച്ഛൻ പുരസ്കാരം. കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ടുള്ള മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തതിനെ കുറിച്ചുള്ള കുറച്ചുകൂടി ഡീറ്റെയിൽസ്. മൂന്നാമത്തത്, ചലച്ചിത്ര അക്കാദമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ അപ്പോയിൻമെന്റ്. ഇന്ത്യ വേൾഡ് കപ്പ് വിജയിച്ചു, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ഇതേപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ജെഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും നൽകാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, KG ശങ്കരപിള്ളെ സെലക്ടഡ് ഫോർ 2025 എഴുത്തച്ഛൻ അവാർഡ്. 2025 എഴുത്തച്ഛൻ അവാർഡിന് KG ശങ്കരപിള്ളയെ തിരഞ്ഞെടുത്തു. മിക്കവാറും പത്രങ്ങളിൽ വന്നിട്ടുള്ള വാർത്തയാണ്, ഇന്നലത്തെ വാർത്തയാണ്. ഇന്നലെ കറണ്ട് അഫേഴ്സ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫേഴ്സിൽ ഇട്ടിട്ടുള്ളത്. 2025 കേരള സർക്കാരിന്റെ എഴുത്തച്ഛൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് കവി KG ശങ്കരപിള്ളെ. മലയാള കവിയായിട്ടുള്ള KG ശങ്കരപിള്ള അദ്ദേഹം ജനിച്ചത് കൊല്ലം ജില്ലയിലെ ചവറ എന്ന സ്ഥലത്താണ്. 1970കളിൽ ബംഗാൾ എന്ന കവിതയിലൂടെ ശ്രദ്ധേയനായ എറണാകുളം മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പൽ ആയിരുന്നു KG ശങ്കരപിള്ള. ഇദ്ദേഹത്തിന്റെ കവിതകൾക്ക് 2002 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരുന്നു. അദ്ദേഹത്തിനാണ്, KG ശങ്കരപിള്ളയ്ക്കാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ എഴുത്തച്ഛൻ അവാർഡ് നൽകി ആദരിക്കുന്നത്. ഈ ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ടുള്ളത് 2025 നവംബർ 1 മിനിസ്റ്റർ ഫോർ കൾച്ചർ സജി ചെറിയാൻ ആണ്. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ആണ് 2025 നവംബർ 1 പ്രഖ്യാപിച്ചത്. ക്യാഷ് അവാർഡ് ആയിട്ടുള്ള 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഒരു ശില്പവുമാണ് നൽകുന്നത്. 1993 ശൂർനാട് കുഞ്ഞൻ പിള്ളയ്ക്കാണ് ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ കവി KG ശങ്കരപിള്ളയ്ക്കാണ്. ഇന്ത്യ ലോഞ്ച് ദി ഹെവിയസ്റ്റ് മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് CMS-03 ഫ്രം ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഇന്ത്യ ഏറ്റവും ഭാരമേറിയ സൈനിക ആശയവിനിമയ ഉപഗ്രഹമായ CMS-03 ലോഞ്ച് ചെയ്തു. CMS-03 എന്ന് പറയുന്ന ഈ ഒരു സാറ്റലൈറ്റിന്റെ മറ്റൊരു പേരെന്താണ്? ഏത് ഡിഫൻസിന് വേണ്ടിയാണ് CMS-03 എന്ന ഈ ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്? നമുക്ക് നോക്കാം ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസ്. 2025 നവംബർ 2 ഇന്നലെയായിരുന്നു ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ GSAT-7R എന്നറിയപ്പെടുന്ന CMS-03 എന്ന സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ശ്രീഹരിക്കോട്ടയിലെ രണ്ടാമത്തെ ലോഞ്ച് പാഡിൽ നിന്നാണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ്, രണ്ടാമത്തെ ലോഞ്ച് പാഡിൽ നിന്നാണ് GSAT-7R CMS-03 എന്ന സാറ്റലൈറ്റ് ഇന്ത്യൻ നേവിക്ക് വേണ്ടി ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ നേവിയുടെ ഒരു സാറ്റലൈറ്റ് ആണ് GSAT-7R CMS-03. ഈ സാറ്റലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ളത് ജിയോ സിങ്ക്രോണസ് ട്രാൻസ്ഫർ ഓർബിറ്റിലാണ്. GTO എന്നറിയപ്പെടുന്ന ജിയോ സിങ്ക്രോണസ് ട്രാൻസ്ഫർ ഓർബിറ്റിൽ, അതായത് 170 കിലോമീറ്റർ അടുത്തും ആ ഒരു ഓർബിറ്റിന്റെ 29,970 കിലോമീറ്റർ വരെയും വരും. അങ്ങനെയുള്ളൊരു ഭ്രമണപഥത്തിലേക്കാണ് ഈ ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ സാറ്റലൈറ്റ് ഭ്രമണപഥത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ലോഞ്ച് വെഹിക്കിൾ ആണ് LVM-3 M5 റോക്കറ്റ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒന്നാണ്, ഏതെങ്കിലും സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ഏത് വെഹിക്കിൾ ആണ്, ഏത് ലോഞ്ചിങ് വെഹിക്കിൾ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് LVM-3 M5 റോക്കറ്റ് ആണ് GSAT-7R CMS-03 എന്ന ആ ഒരു സാറ്റലൈറ്റ് വിക്ഷേപിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ സാറ്റലൈറ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഭാരമേറിയ ഒരു സാറ്റലൈറ്റ് ആയിരുന്നു ലോഞ്ച് ചെയ്തിട്ടുള്ളത്. 4400 കിലോമീറ്റർ ഏകദേശം വെയിറ്റ് ഉള്ള ഒരു സാറ്റലൈറ്റ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അത്രയും ഭാരമേറിയ ഒരു സാറ്റലൈറ്റിനെ ഉയർത്തിക്കൊണ്ട് എത്തിച്ച ആ റോക്കറ്റ് ആണ് LVM-3 M5 എന്ന് പറയുന്ന റോക്കറ്റ്. ഇത് സ്ഥാപിച്ചിട്ടുള്ളത് GTO, അതായത് ജിയോ സിങ്ക്രോണസ് ട്രാൻസ്ഫർ ഓർബിറ്റിലാണ്. റസൂൽ പൂക്കുറ്റി ടു ഹെൽം ചലച്ചിത്ര അക്കാദമി. ചലച്ചിത്ര അക്കാദമിയുടെ തലവനായി റസൂൽ പൂക്കുറ്റി. ഇതും ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഓസ്കാർ വിന്നിംഗ് സൗണ്ട് ഡിസൈനർ ആയിട്ടുള്ള റസൂൽ പൂക്കുറ്റി ഇനി മുതൽ കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെയാണ് പുതുതായിട്ട് ഇപ്പോൾ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്, അതായത് ദ ചെയർമാൻ ഓഫ് ദി കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമി. ഓസ്കാർ വിന്നറാണ് റസൂൽ പൂക്കുറ്റി. ഇത്രയും നാൾ, അതായത് ഈ ഒരു സ്ഥാനത്ത് നിന്നിരുന്ന വ്യക്തിയാണ് ചെയർമാൻ രഞ്ജിത്ത്. എന്നാൽ അദ്ദേഹം ചില കാരണങ്ങൾ കൊണ്ട് രാജിവെക്കുകയും ആ സ്ഥാനം താൽക്കാലികമായി നോക്കിയ വ്യക്തിയാണ് ആക്ടർ പ്രേംകുമാർ.
ഇന്നിപ്പോൾ ആക്ടർ പ്രേംകുമാർ ആ സ്ഥാനത്ത് മാറുകയും ചെയർമാൻ ആയിട്ട് വന്നിട്ടുള്ള വ്യക്തിയാണ് റസൂൽ പൂക്കുറ്റി. ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൾച്ചറൽ അഫയേഴ്സ് ആണ്. കേരള സർക്കാരിൻ്റെ ഒരു അക്കാഡമി ആയിട്ടുള്ള കേരള ചലച്ചിത്ര അക്കാദമി ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൾച്ചറൽ അഫയേഴ്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. 1998 ഓഗസ്റ്റ് 17 ചലച്ചിത്ര അക്കാദമി സ്ഥാപിച്ചിട്ടുള്ളത് ഗവൺമെന്റ് ഓഫ് കേരള. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിങ്, എന്നാൽ ഇന്നത്തെ മിക്കോർമല പത്രങ്ങളിലെ മെയിൻ പേജിലെ ഹെഡിങ് ആയിരുന്നു ഇന്ത്യൻ വുമൺ സ്ക്രിപ്റ്റഡ് ഹിസ്റ്ററി വൺ ദി വേൾഡ് കപ്പ്. ഇന്ത്യൻ വനിതകൾ ചരിത്രം രചിച്ചു, ലോകകപ്പ് നേടി. എല്ലാ പേജിലെയും വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ആയിരുന്നു. ഇന്ത്യ ആദ്യമായിട്ടാണ് വൺ ഡേ ഇന്റർനാഷണലിൽ വനിതകളുടെ വേൾഡ് കപ്പ് നേടുന്നത്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഈ കഴിഞ്ഞ നവംബർ 2 ഇന്നലെയായിരുന്നു വൺ ഡേ ഇന്റർനാഷണൽ 2025 ICC വുമൻസ് വേൾഡ് കപ്പിന്റെ ഫൈനൽ മത്സരം. ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ 298 റൺസ് ആണ് നേടിയിട്ടുള്ളത്. ഇത് 13ാമത്തെ ഒരു എഡിഷൻ ആയിരുന്നു 2025 ICC വുമൻസ് വേൾഡ് കപ്പിൽ. ഇന്ത്യക്ക് ടോട്ടൽ 298 ഫോർ 7. ഇന്ത്യ മത്സരിച്ചത് സൗത്ത് ആഫ്രിക്ക ആയിട്ടുള്ള മത്സരത്തിലായിരുന്നു. അതായത് ഫൈനൽ മത്സരം സൗത്ത് ആഫ്രിക്ക ആയിട്ടായിരുന്നു. സൗത്ത് ആഫ്രിക്ക കേവലം 246 റൺസ് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. ഈ മത്സരം നടന്നിട്ടുള്ളത് നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ്. ഈ മത്സരത്തിൽ, അതായത് ഫൈനൽ മത്സരത്തിൽ 5 വിക്കറ്റ് നേടിയിട്ടുള്ള താരമാണ് ഇന്ത്യയുടെ ദീപ്തി ശർമ്മ. ഓഫ് സ്പിന്നറാണ് ദീപ്തി ശർമ്മ. ദീപ്തി ശർമ്മയാണ് ഇന്നലെ 5 വിക്കറ്റ് നേടിയിട്ടുള്ളത്. ഈ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ട് എടുത്തിട്ടുള്ളത് ഷഫാലി വർമ്മയ്ക്കാണ്. 78 ബോളിൽ നിന്ന് 87 റൺസ് നേടിയ ഷഫാലി വർമ്മയ്ക്കാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ലഭിച്ചിട്ടുള്ളത്. ദീപ്തി ശർമ്മ 5 വിക്കറ്റ്സ് നേടി. ഈ മത്സരം നടന്നിട്ടുള്ളത് നവി മുംബൈ DY പാട്ടീൽ സ്റ്റേഡിയം. ഇന്ത്യ സൗത്ത് ആഫ്രിക്കയായിരുന്നു. സൗത്ത് ആഫ്രിക്ക 246, ഇന്ത്യ 298 ഫോർ 7. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. എന്നും നമ്മൾ ഇതുപോലെ തന്നെ സമയം മാറ്റി കറണ്ട് അഫയേഴ്സിന് വേണ്ടി കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. പുതിയ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.